ഹേ ഗൈസ്, ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. പൊന്നുമായിട്ടാണ് പോണത്. വണ്ടി തന്നു വിട്ടപ്പോഴേ അമ്മ പറഞ്ഞായിരുന്നു ഇതുമായിട്ട് തിരിച്ച് വീട്ടിൽ വരാനാണ് പ്ലാനെങ്കിൽ തിരിച്ച് വന്നു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരുടെയും റിയാക്ഷൻ നോക്കാം. ഞാൻ ആരും അറിയാണ്ട് സർപ്രൈസ് ആയിട്ടാണ് പോണത് ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ എറണാകുളത്തു നിന്ന് വീട്ടിലേക്ക് പോവാണ്. പോയി ആദ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈഡ്രേറ്റൊക്കെ ആയി തുടങ്ങി. ഡീഹൈഡ്രേറ്റിന് നമ്മളതാണ്ട് കുറച്ച് ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് വെള്ളം കുടിച്ചു. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു ചായ കുടിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഫ്രഷായി. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദൂരം വീട്ടിൽ ഒറ്റയ്ക്ക് പോണത്, വണ്ടിയിൽ ഒറ്റയ്ക്ക് പോണത്. അങ്ങനെ ഞാൻ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് അറിയത്തില്ല. നേരെ നമ്മുടെ കടയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നേരെ ഇതാ വീടെത്തിയപ്പോഴത്തേക്ക് അമ്മ ഇല്ലായിരുന്നു ഗൈസ്. നമ്മൾ സർപ്രൈസ് ആയ പോലെ ആയി. അങ്ങനെ കുറച്ച് നേരം ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അമ്മ എത്തിയില്ല. അമ്മ വന്നില്ല. അമ്മയുടെ റിയാക്ഷൻ ആണ് ഏറ്റവും അടിപൊളിയാവുന്നതെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും കൂടി എടുത്തേക്ക് നിർത്താല്ലേ. എന്തോ പണിയാ മാളു നീ കാണിക്കുന്നത്? എന്നോട് പറഞ്ഞു മാളു വണ്ടിയില വരുന്നു. അമ്മ വിശ്വസിച്ചില്ലേ? അവൻ അമ്മ ഇങ്ങനെ അവരൊന്നും പറയുമല്ലോ. നീ കൊണ്ടുപോണ്ട കേട്ടോ. വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അത്രയ്ക്ക് ടെൻഷനായതിനെ ഗൈസ്. ഇത് ഞാൻ വിളിച്ച് പറയാത്തതുകൊണ്ട് കുറച്ച് വഴക്കേട്ടെങ്കിലും സംഭവം ഓക്കെ ആയി. പിന്നെ ആളാണ്ട് ബാഗൊക്കെ ഇട്ടതൊക്കെ ഓക്കെ ആയിട്ടിരിക്കുക. എന്നാലും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നാലും ഞാൻ എന്തിന് വണ്ടിയെ വന്നു എന്നുള്ള ചോദ്യത്തിൽ. അപ്പം ഓക്കെ, ബൈ ഗൈസ്.